സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വേദാംശം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 14 വാക്യം 39. യേശു പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. യേശു പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം 39 വാക്യം യേശുവിൻ്റെ ക്രൂശീകരണ മധ്യയുള്ള അഥവാ പീഡാസഹനങ്ങൾക്ക് മധ്യയുള്ള ഒരു പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു മാതൃകാ പ്രാർത്ഥനയാണ്. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ചെറുതും വലുതുമായ പ്രാർത്ഥനകൾ വിശുദ്ധ വേദപുസ്തകത്തിലും ചെറുതും വലുതുമായ നിരവധി പ്രാർത്ഥനകൾ നമുക്ക് കാണാം. യേശു തൻ്റെ 12 ശിഷ്യന്മാരെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുകയും ചെയ്തു. ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ച കർത്താവ് ശിഷ്യന്മാർക്ക് പ്രാർത്ഥനയ്ക്ക് മാതൃക കാട്ടിയ കർത്താവ് ഇവിടെ ഒരു പ്രത്യേകമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിലെ പ്രത്യേകത ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവവചനത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ദൈവവചനം പ്രാർത്ഥനയ്ക്ക് ആവശ്യമോ? തീർച്ചയായും. ദൈവം പണ്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വളരെയധികം നന്മകൾ തിരുവചനത്തിലുണ്ട്. തിരുവചനം വായിച്ച് ധ്യാനിച്ച് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകളെ കണ്ടെത്തുകയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത്. തുടർന്ന് പ്രാർത്ഥനയിൽ കർത്താവിനെ സമീപിക്കുമ്പോൾ നാം ഏതാവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ ആവശ്യത്തിന്മേൽ ദൈവവചനം എന്തു പറയുന്നു, അഥവാ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്താണ്? നാം കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ നമുക്ക് ആ വിഷയത്തിന്മേൽ ലഭിച്ച വാഗ്ദാനം എന്താണ്? ആ വാഗ്ദാനം, ആ വചനം, അത് ചൊല്ലി നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിപ്പാൻ അതൊരു മുഖാന്തരമാകും. അങ്ങനെയുള്ള ഒരു ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്കാണ് യേശു ഇവിടെ മാതൃക കാട്ടി തരുന്നത്. യേശു ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവം പണ്ട് വാഗ്ദാനം ചെയ്തതിനെ ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവവചനത്തിന് മുഖ്യ സ്ഥാനം നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിപ്പാൻ, വേഗത്തിൽ ഉത്തരം ലഭിപ്പാൻ കാരണമായി തീരും.
തുറന്നുള്ള നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവ വചനം ചൊല്ലിയായിരിക്കട്ടെ. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുടെ ഉടമകളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നീതാ. എന്റെ